കരിങ്കല്ലിൽ കൊത്തിവച്ചിരിക്കുന്ന ഖുർആൻ സൂക്തങ്ങളാണ് മദീനയിലെ ഹിജാസ് മ്യൂസിയത്തിൽ എത്തുന്നവരെ ആകർഷിക്കുന്നത്. മുഹമ്മദ് നബിയുടെ കാലശേഷം അധികം വൈകാതെയാണ് ഇവ കല്ലിൽ കൊത്തിവച്ചത് എന്നാണ് കരുതുന്നത്. മദീനയിലെ ഹിജാസ് മ്യൂസിയത്തിൽ നിന്നുള്ള കാഴ്ചയാണിത്. കരിങ്കല്ലിലെ ഈ ലിഖിതങ്ങൾ പരിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങളാണ്. വലിയ പാറക്കല്ലുകളിൽ വ്യത്യസ്തരായ ആളുകൾ കൊത്തിയുണ്ടാക്കിയതാണിത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പലരും ഖുർആൻ മനഃപ്പാഠമാക്കിയിരുന്നു. ഇവ മറന്നുപോകാതിരിക്കാൻ പിന്നീട് കല്ലിൽ കൊത്തിവെക്കുകയായിരുന്നു. ഈ ലിഖിതങ്ങളിൽ ചിലതാണ് ഹിജാസ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബാക്കൾ എല്ലാവരും തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കിയിരുന്നു. ഖുർആന്റെ ആയത്തുകൾ കൺമറഞ്ഞു പോവാതിരിക്കുന്നതിനു വേണ്ടി അവർ എല്ലാവരും തന്നെ കല്ലിൽ കൊത്തിവെക്കുന്ന ഒരു സമ്പ്രദായ രീതി അവർക്കിടയിൽ നിലനിന്നിരുന്നു. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ മനോഹരമായ രീതിയിലുമാണ് ആ കല്ലിൽ അവർ ഖുർആന്റെ ലിഖിതങ്ങൾ കൊത്തിവെച്ചിട്ടുള്ളത്. വ്യത്യസ്തരായ ആളുകൾ കൊത്തിയുണ്ടാക്കിയത് കൊണ്ട് തന്നെ ലിപികളിലും ആ വ്യത്യാസം കാണാനാവും. അലങ്കാര ലിപികളിൽ കൊത്തിയുണ്ടാക്കിയവയും ഇക്കൂട്ടത്തിലുണ്ട്. കടലാസിൽ എഴുതിയുണ്ടാക്കിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പരിശുദ്ധ ഖുർആനും മദീനയുടെ ചരിത്രം പറയുന്ന ഈ മ്യൂസിയത്തിൽ പ്രദർശനത്തിനുണ്ട്. പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. അതുകൊണ്ട് തന്നെ ഈ ലിഖിതങ്ങൾ കാണാൻ ധാരാളം സന്ദർശകർ ഇവിടേക്ക് എത്തുന്നു. മദീനയിലെ ഹിജാസ് മ്യൂസിയത്തിൽ നിന്നും ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.